ഹലോ, ഗുഡ് മോർണിംഗ്. പതിവ് പോലെ നമ്മുടെ ദോശമാവൊക്കെ ഇതാ അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഞാൻ രാവിലെയാണ് കേട്ടോ ഉപ്പൊക്കെ ഇട്ട് ഇളക്കി വെക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ദോശ ചുടാറാകുമ്പോഴത്തേക്ക് നല്ല സെറ്റായിട്ട് വന്നോളും. കുറച്ച് നേരം വെച്ചിട്ട് ചുടുമ്പം നല്ല അടിപൊളിയായിട്ട് ഇരുന്നോളും. ഇന്ന് ഞായറാഴ്ചയാണല്ലോ, കുറച്ച് നേരം കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചാലും എൻ്റെ ഉണ്ണിക്കുട്ടൻ എന്നെ അതിന് സമ്മതിക്കാറില്ല. ബാക്കി സ്കൂളുള്ള ദിവസങ്ങളിൽ ഞാൻ അവളെ വളരെ കഷ്ടപ്പെട്ടാണ് വിളിച്ചുണർത്താറുള്ളത്. പക്ഷേ ഈ ശനിയും ഞായറും എന്താണെന്നറിയില്ല, രാവിലെ എഴുന്നേൽക്കാറുണ്ട്. മോള് കിടന്നുറങ്ങാറുണ്ട്, പക്ഷേ അവൻ രാവിലെ എഴുന്നേൽക്കും. അപ്പോൾ ഇവിടെ കുറച്ച് നേരം ഞാൻ കാപ്പിയൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്തിട്ട് പിന്നെ ദോശ, ചമ്മന്തി ദോശ, അതിനൊരു മാറ്റം ഇവിടെ ഇല്ല. ഇവിടെ എല്ലാവരും ദോശ ലവേഴ്സാണ്. ഒരാൾ ദോശയ്ക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആയിരുന്നു. അവൾക്ക് ദോശയൊക്കെ കൊടുത്തു. ശേഷം ഉച്ചക്കത്തേക്കുള്ള പരിപാടിയൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഒരു തോരൻ വെക്കാമെന്ന് വിചാരിച്ച് ഇതാ നമ്മുടെ ബീൻസും ക്യാരറ്റും ഒക്കെ മിക്സ്ഡായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു തോരൻ ഉണ്ടാക്കി. പിന്നെ സാമ്പാർ വെക്കാമെന്ന് വിചാരിക്കുന്നു. സാമ്പാർ, പിന്നെ ഒരു മീൻ വറുത്തത്. ഉച്ചക്കത്തെ കാര്യം ഓക്കെ ആയല്ലോ. എന്നാ ചൂടല്ലേ പുറത്ത്. അപ്പോൾ ഇത് നമ്മുടെ നാരങ്ങ വെള്ളമൊക്കെ കുഞ്ഞിക്കിളിയാണ് കലക്കി എല്ലാവർക്കും തരുന്നുണ്ട്. അമ്മ അതാ മീനൊക്കെ വെട്ടി റെഡിയാക്കുന്നുണ്ട്. മീൻ വെട്ടുമ്പോൾ എവിടുന്നോന്ന് അറിയത്തില്ല, പൂച്ചസാരൊക്കെ വരാറുണ്ട്. കുഞ്ഞിക്കിളി ഇതേ അതിന് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ട് വെച്ച് കൊടുക്കുവാണ്. അടുക്കളയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ക്ലീനിങ്ങും കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ഇന്ന് ഞായറാഴ്ചയാണല്ലോ, അപ്പം കുറച്ചധികം പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇതാ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. എവിടെയും പോകാൻ വേണ്ടിയല്ല കേട്ടോ, വെറുതെ. ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് TV ഒക്കെ കണ്ട് റെസ്റ്റ് എടുക്കണം. ഇത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ, ബൈ.